PSC പരീക്ഷാ ക്രമക്കേടുകളിൽ അന്വേഷണം ഊർജിതമാക്കി ക്രൈംബ്രാഞ്ച്. വ്യാപക പ്രതിഷേധങ്ങൾ തുടരുന്നതിനിടയിലാണ് ക്രൈംബ്രാഞ്ച് സംഘം ആദ്യ FIR രജിസ്റ്റർ ചെയ്തത്. അതേസമയം വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഉടൻ SIT കോടതിയിൽ റിപ്പോർട്ട് നൽകും. വിവരങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും ശാലിനി ചേരുകയാണ്. ശാലിനി, വെരി ഗുഡ് മോർണിംഗ്. PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിർണായക ഇടപെടലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ FIR-ൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം SIT സമർപ്പിച്ച കുറ്റപത്രം കൂടി ഉണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ കൂടി ഒന്ന് പങ്കുവെക്കാമോ ശാലിനി? KP അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയരുകയാണ്, വിമർശനങ്ങൾ ഉയരുന്നു, പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. ഇതിനിടയിലാണ് വമ്പൻ സ്രാവുകൾ അടക്കമുള്ളവരുടെ പങ്ക് വെളിവാക്കുന്ന FIR കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇന്നലെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു FIR രജിസ്റ്റർ ചെയ്തത്. ആസൂത്രണ ബോർഡിലെ ഇൻഡസ്ട്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ വിഭാഗത്തിലെ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട ക്രമം ഇപ്പോൾ ആദ്യ FIR ക്രൈംബ്രാഞ്ച് സംഘം എടുത്തിരിക്കുന്നത്. അതിൽ പരീക്ഷയിൽ തന്നെ 54 മാർക്കിന്റെ 10 ചോദ്യങ്ങൾ എന്തുകൊണ്ട് മൂല്യനിർണ്ണയം നടത്തിയില്ല എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ FIR-ൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിപട്ടികയിലേക്ക് PSC-യിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ് ഉള്ളതെന്നുള്ളതാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം SIT സംഘം ഈ ആസ്ഥാനത്തെത്തി, PSC ആസ്ഥാനത്തെത്തി ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ പരീക്ഷാ പേപ്പർ വാല്യുവേഷൻ നടത്തിയ ആളുകൾ അടക്കമുള്ളവരുടെ മൊഴിയാണ് എടുത്തത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ ഉന്നത PSC ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുമ്പോഴും ആരൊക്കെയാണ് എന്നതടക്കമുള്ള കാര്യത്തിൽ പേര് വിവരങ്ങൾ ഈ FIR-ൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടാതെ തന്നെ ഈ FIR-ന്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ മൊഴിയെടുക്കലും രേഖകൾ അന്വേഷിക്കലും. എന്തായാലും PSC പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി തലസ്ഥാനത്ത് നിന്നും ശാലിനി പങ്കുവച്ചത്.